സോ നമുക്ക് എവിഡൻസസ് ഓഫ് ഓർഗാനിക് എവല്യൂഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിൽ ഈ ഒരു ടോപ്പിക്കിൽ മെയിനായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എംബ്രിയോളജിക്കൽ എവിഡൻസ്, പാലിയൻറ്റോളജിക്കൽ എവിഡൻസ് ആൻഡ് എവിഡൻസസ് ഫ്രം മോളിക്കുലർ ബയോളജി ആൻഡ് ജെനറ്റിക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ എംബ്രിയോളജിക്കൽ എവിഡൻസ്. എംബ്രിയോളജിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ എംബ്രിയോളജിക്കൽ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓർഗാനിക് എവല്യൂഷനിലേക്ക് എന്തെങ്കിലും ഒരു ഹിൻ്റ് ഉണ്ടോ, ഓർഗാനിക് എവല്യൂഷൻ നടന്നു എന്നുള്ളതിന് വല്ല ഹിൻറ്റും കിട്ടും എന്നുള്ളതാണ് എംബ്രിയോളജിക്കൽ എവിഡൻസസ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എംബ്രിയോളജിക്കൽ എവിഡൻസസ് നോക്കുകയാണെങ്കിൽ ഓൾ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള സെൽസ്, ഇഫ് യു കൺസിഡർ എനി സെൽ that are able to reproduce sexually, then you will find some striking similar features. It all will develop from a zygote. Zygote എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വിൽ അണ്ടർഗോ ബ്ലാസ്റ്റുല, ഗ്യാസ്ട്രുല, ദെൻ ടു an adult organism. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ബേസിക് ഡെവലപ്മെൻറ്റൽ ഹിസ്റ്ററി വിച്ച് ഇസ് നോൺ ആസ് ഓണ്ടോജനി. ഓണ്ടോജനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റൽ സീരീസിൻ്റെ ആ ഹിസ്റ്ററി, ഡെവലപ്മെൻറ്റൽ ഹിസ്റ്ററിനെയാണ് ഓണ്ടോജനി എന്ന് പറയുക. ഫൈലോജനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവല്യൂഷണറി ഹിസ്റ്ററിയാണ്. സോ ഡെവലപ്മെൻറ്റൽ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ എ സ്ട്രൈക്കിംഗ് സിമിലാരിറ്റി ഇൻ ഓൾ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് സെൽസ്. സോ ദേ അണ്ടർഗോ എന്താണ് ത്രൂ സൈഗോട്ട്, ബ്ലാസ്റ്റുല, ഗ്യാസ്ട്രുല സ്റ്റേജസ്. സോ ഈ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് സെൽസ് ഇൻ ഓൾ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് സെൽസ് ദീസ് സ്റ്റേജസ് ആർ വെരി മച്ച് സിമിലർ. സോ ദാറ്റ് ദിസ് ഡിനോട്ട്സ് എ കോമൺ ആൻസെസ്റ്റർ, അല്ലേ? ഒരു കോമൺ ആൻസെസ്റ്ററിയിലേക്ക് ഡിനോട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ആൻഡ് വെൻ യു ടേക്ക് ദ സ്ട്രക്ചർ, ദ ഡെവലപ്മെൻറ്റ് ഓഫ് vertebrate, you can see their basic structure is similar, with gill cleft is there, notochord is there, which may be replaced by vertebral column later. So limb development, etc., all the structures are very much similar. So ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ സിമിലർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are derived from a common ancestor, ഒരു കോമൺ ആൻസെസ്റ്റർ എന്നാണ് വന്നത് എന്നാണ് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ ഓണ്ടോജനിനെയും ഫൈലോജനിനെയും കോറിലേറ്റ് ചെയ്തുകൊണ്ട് ഏണസ്റ്റ് ഹെയ്ക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ഒരു ലോ പ്രപ്പോസ് ചെയ്തു. അതിനെയാണ് ബയോജനറ്റിക് ലോ എന്ന് പറയുന്നത്. ബയോജനറ്റിക് ലോ, അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെക്കണം. Ontogeny is a short recapitulation of phylogeny and phylogeny is the mechanical cause of ontogeny. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഐ വിൽ എക്സ്പ്ലെയിൻ വിത്ത് എ സിമ്പിൾ എക്സാമ്പിൾ. നമ്മൾക്ക് നോക്കാം ഓണ്ടോജനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം, ഫൈലോജനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹ്യൂമൻ ഹേർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് എടുത്ത് നോക്കാം. ഡെവലപ്മെൻറ്റ് ഓഫ് എ ഹ്യൂമൻ ഹേർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ it is two-chambered, then it becomes three-chambered, then to four. So a series of events are occurring, from 2 to 4 വരെ എത്താൻ വേണ്ടിയിട്ട്, 4-chambered ആയിട്ട് മാറാൻ വേണ്ടിയിട്ട്. സോ ഇത് നമ്മൾ എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ യു ക്യാൻ സീ ഡെവലപ്മെൻറ്റൽ ഹിസ്റ്ററിയാണ് ഞാൻ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അഥവാ 2-chambered 3-chambered ആയി, 3-chambered 4-chambered ആയി. അതെന്താ ഡെവലപ്മെൻറ്റൽ ഹിസ്റ്ററി, ഓണ്ടോജനി. ഈ ഓണ്ടോജനി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസെസ്റ്റർ ഗ്രൂപ്പ് ഏതാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നോക്കാം. 2-chambered ഹെർട്ട് എന്ന് പറയുന്നത് ഇസ് എ ഫീച്ചർ ഓഫ് ഫിഷ്. സോ വി ആർ ഡിറൈവ്ഡ് ഫ്രം, സോ വി ആർ അവർ ആൻസെസ്റ്റർ, ഫസ്റ്റ് ആൻസെസ്റ്റർ എന്ന് പറയുന്നത് ഫിഷ് ആയിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. ദെൻ ഇറ്റ് ഈസ് 3-chambered, അഥവാ ആംഫിബിയൻസിലും റെപ്റ്റൈൽസിലൊക്കെ കാണുന്നതാണ് 3-chambered ഹേർട്ട് എന്ന് പറയുന്നത്. സോ ഫ്രം ദാറ്റ് ഫിഷസ് ലൈക്ക് ആൻസെസ്റ്റർ വി ഗോൺ ത്രൂ, ഏതിലൂടെ, ഒരു ആംഫിബിയൻ ആൻസെസ്റ്ററിലൂടെ നമ്മൾ കടന്നു വന്ന് ലേറ്റർ നമ്മൾ ബേർഡ്സിന് 4-chambered ആണ്, നമുക്ക് 4-chambered ആണ്, ആ ഒരു ലെവലിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡെവലപ്മെൻറ്റൽ ഹിസ്റ്ററീസ് ഓഫ് ഹേർട്ട് റീക്യാപിറ്റുലേറ്റ്സ് അവർ ആൻസെസ്ട്രൽ ഹിസ്റ്ററി, അഥവാ ഫൈലോജനിനെ റീക്യാപിറ്റുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിപ്പീറ്റേറ്റ് ചെയ്യുന്നു, അല്ലേ? നമ്മുടെ ഡെവലപ്മെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ആൻസെസ്റ്ററിൽ നിന്ന് ഉണ്ടായതാണ് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊരു
റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ബയോജനറ്റിക് ലോ എന്ന് പറയുക. ഇനി ഒന്നുകൂടെ നമുക്ക് ഹെഡിങ് നോക്കാം, ഡെഫിനിഷൻ നോക്കാം. ഓണ്ടോജനി ഈസ് എ ഷോർട്ട് റീക്യാപിറ്റുലേഷൻ ഓഫ് ഫൈലോജനി, അല്ലേ? ഓണ്ടോജനി എടുത്ത് നോക്കി. ആൻഡ് ഫൈലോജനിയാണ് മെക്കാനിക്കൽ കോസ് ഓഫ് ഓണ്ടോജനി. ഓണ്ടോജനിയുടെ കാരണം എന്ന് പറയുന്നത് ഫൈലോജനിയാണ്. രണ്ടും കൂടിയും കോറിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഏണസ്റ്റ് ഹെയ്ക്കലിൻ്റെ ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡെഫിനിഷൻ പഠിച്ചതിന് ശേഷം ഈ ഒരു ഡെവലപ്മെൻറ്റ്. ഇനി നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നോക്കാം, വെർട്ടിബ്രേറ്റിൻ്റെ എംബ്രിയോണിക്കൽ സ്റ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ വെരി മച്ച് ക്ലോസ്ലി സിമിലർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. റാബിറ്റിൻ്റെ എംബ്രിയോ, അതേപോലെ തന്നെ ഹ്യൂമൺ എംബ്രിയോ, സാലമാൻഡേഴ്സിൻ്റെ, ഇതിൻ്റെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബേസിക് സ്ട്രക്ചർ ഏകദേശം ഒരേപോലെ തോന്നും, അല്ലേ? അഡൾട്ട് ആവുമ്പോഴാണ് പിന്നീട് വ്യത്യാസങ്ങൾ വരിക. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെർട്ടിബ്രേറ്റിൻ്റെ ഒരു പിക്ചർ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ദെൻ പാലിയൻറ്റോളജിക്കൽ എവിഡൻസ്. പാലിയൻറ്റോളജിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞത് ഫോസിൽ സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ട് ഈസ് ദർ എനി കണക്റ്റിംഗ് ലിങ്ക് ടു എക്സ്പ്ലെയിൻ ഓർഗാനിക് എവല്യൂഷൻ. അതാണ് പാലിയൻറ്റോളജിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത്. സോ വി നോ ദാറ്റ് പ്രസൻറ്റ് ഓർഗാനിസംസ് ആർ വെരി മച്ച് ഇവോൾവ് ഫ്രം ദി ആൻഷ്യൻറ്റ് വൺ. ആൻഷ്യൻറ്റ് വണ്ണിനേക്കാളും ഒരുപാട് ഇവോൾവ് ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയുന്നത്. ആൻഡ് അവർ പ്രസൻറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻ ഈസ് ഓൾസോ ചേഞ്ച്ഡ്, അല്ലേ? ഡ്യൂറിങ് ദി സക്സഷൻ, അഥവാ ഒന്നിന് ശേഷം ഒന്ന് വരുന്ന സമയത്ത് ഫസ്റ്റ് വന്ന ഗ്രൂപ്പ് ഇഫ് ദേ ആർ നോട്ട് ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ എൻവയോൺമെൻറ്റ് ദേ വിൽ ബി റീപ്ലേസ്ഡ് ബൈ അനദർ ഗ്രൂപ്പ്. അങ്ങനെ ഒരു സക്സഷൻ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഓർഗാനിസംസ് ഏതാണെന്നുള്ളത് നോക്കുക. അപ്പോൾ അവരാണ് ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ. അവർ വരുന്ന വഴിയിൽ ഇഷ്ടംപോലെ ആളുകളെ ചവിട്ടി താത്തിയിട്ടാണ് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സക്സഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അങ്ങനെ സക്സഷൻ നടന്നത് നോക്കുകയാണെന്ന് വെച്ചാൽ പ്രസൻറ്റ് കണ്ടീഷനിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ആളുകൾ എന്ന് പറയുന്നത് മാമൽസും ആൻജിയോസ്പേംസുമാണ്. ഇൻ ദ കേസ് ഓഫ് ആനിമൽസ് ഇറ്റ്സ് മാമൽസ്. ആൻജിയോസ്പേംസിൻ്റെ കേസ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മോസ്റ്റ് അഡ്വാൻസ്ഡ്, അങ്ങനെ ക്ലൈമാറ്റൊക്കെ ചേഞ്ച് ചെയ്തു, മുന്നത്തെ പല ഗ്രൂപ്പിനെയും ഒഴിവാക്കി, അല്ലേ? നമ്മളെ വൺസ് കോണിഫറസ് ഫോറസ്റ്റും സീറോഫൈറ്റിക് ആയിട്ടുള്ള ഹാബിറ്റായിട്ടുള്ള പ്ലാന്റ്സ് മാത്രമായിരുന്നു പ്രിഡോമിനൻ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലേറ്റർ അതിങ്ങനെ റീപ്ലേസ് ചെയ്തു എന്ന് ഇവരൊരു കോണിലേക്ക് തട്ടപ്പെട്ടു, അല്ലേ? നമ്മുടെ സീറോഫൈറ്റ്സ് എന്ന് പറയുന്നത് അവരെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൻജിയോസ്പേംസ് അവരെയും ഓവർ ഡോമിനേറ്റ് ചെയ്തു വന്നു. ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് ഇനി അങ്ങോട്ടുള്ളതാണ്, അത് നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് പ്രസൻ്റ്ലി ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് ആനിമൽ എന്ന് പറയുന്നത് മാമൽസും മോസ്റ്റ് അഡ്വാൻസ്ഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ആൻജിയോസ്പേംസുമാണ്. ദെൻ നമുക്ക് ഫോസിൽ സ്റ്റഡീസിലൂടെ എങ്ങനെയൊക്കെയാണ് നമുക്ക് എവിഡൻസുകൾ കിട്ടുന്നത്? ഒരു ക്രോണോളജിക്കൽ ഓർഡർ നമുക്ക് കിട്ടും. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഏജും ഓരോ ടൈമിനെയും നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഫോസിൽസ് കിട്ടുകയാണെങ്കിൽ വി ക്യാൻ വി ക്യാൻ കോറിലേറ്റ് ഇറ്റ് വിത്ത് ഓർഗാനിക് എവല്യൂഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളടുത്തൊരു ഫോസിലുണ്ട്, ഇറ്റ് ഈസ് ബറീഡ് അണ്ടർ ദിസ് സ്ട്രാറ്റ. ഈ ഒരു സ്ട്രാറ്റത്തിൻ്റെ മുകളിൽ ഫോസിൽ ബറി ചെയ്തു എന്നത്. നെക്സ്റ്റ് ഒരു ഫോസിൽ വരുന്നു, അത് വേറൊരു സ്ട്രാറ്റത്തിൻ്റെ അടിയിലാകും. നെക്സ്റ്റ് ഒന്ന് വരുന്നു, ഇത് വേറൊന്നിൻ്റെ മുകളിലാകും. ഇങ്ങനെ നമുക്ക് ഇഫ് യു ഗെറ്റ് ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ് വിത്ത് ഫോസിൽസ് വേണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. ദെൻ വി ക്യാൻ കോറിലേറ്റ് ദാറ്റ് ഫോസിൽ വിത്ത് ഏജുമായിട്ട് റിലേറ്റ് ചെയ്യാം. കാരണം ഫസ്റ്റ് ഫോം ചെയ്തത് ഏറ്റവും താഴെ ആയിരിക്കും വരിക, പിന്നെ ഫോം ചെയ്തത് അതിൻ്റെ മുകളിലായിരിക്കും, പിന്നെ ഫോം ചെയ്തത് അതിൻ്റെ മുകളിലായിരിക്കും. അങ്ങനെ നമുക്ക് പല ഡിഫറെൻറ്റ് ടെക്നിക്സുകളും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വി ക്യാൻ അപ്രോക്സിമേറ്റ്ലി നമുക്ക് അതിൻ്റെ ഏജ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ക്രോണോളജിക്കൽ ഓർഡേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ് ഓഫ് റോക്സ് ആണ് നമ്മൾ പറയുന്നത്. ദെൻ റേഡിയോമെട്രിക് ഡേറ്റിംഗ്, ഏജ് കണക്കാക്കാൻ പറ്റും. റോക്കിൻ്റെ ഏജും റോക്ക് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഇത് ആ ഏജിലുണ്ടായിരുന്ന റോക്കാണെന്നുള്ളത് പറയാൻ പറ്റും. സോ ഏജും അതുമായിട്ടൊന്ന് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ലിവിങ് ഫോസിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ഒരു കൺസെപ്റ്റ് വരാനുള്ള കാരണം ഈ പാലിയൻറ്റോളജിക്കൽ എവിഡൻസ് എന്നാണ്. അഥവാ വെൻ യു ലുക്ക് അറ്റ് സം പ്ലാന്റ്സ്, സം ആനിമൽസ്,
they didn't undergone evolutionary changes. So ആൻഷ്യൻറ്റിലുള്ള ദേ ആർ വെരി മച്ച് സിമിലർ ടു ദി ആൻഷ്യൻ വൺ. അഥവാ ആൻഷ്യൻറ്റിൽ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയാണ് പ്രസൻറ്റിലും എങ്കിൽ ദേ ആർ സെൽഡം അണ്ടർഗോൺ എവല്യൂഷണറി ചേഞ്ചസ്. സോ അങ്ങനെയുള്ള സാധനത്തിനെ ലിവിങ് ഫോസിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലിവിങ് ഫോസിൽസിനെ നമുക്ക് കണ്ടെത്താനുള്ള കാരണം എന്ന് പറയുന്നതും ഈ ഒരു എവിഡൻസിലൂടെയാണ്. ദെൻ ഇതിന് ഈവൻ ദോ അതിന് ലോട്ട് ഓഫ് അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ദർ ആർ മെനി ലിമിറ്റേഷൻസ്, ബട്ട് ദ മേജർ വൺ ഈസ് ദ മിസ്സിംഗ് ലിങ്ക്സ്. വാട്ട് ഈസ് മിസ്സിംഗ് ലിങ്ക്? ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു എക്സാമ്പിളിൽ നിങ്ങൾ പറഞ്ഞു ക്രോണോളജിക്കൽ ഓർഡർ നമുക്ക് കാണാൻ പറ്റും. അതെപ്പോൾ മാത്രമേ പറ്റുള്ളൂ? ഇഫ് ഫോസിലൈസേഷൻ ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ് കിട്ടി. താഴെയുള്ളതിൽ ഫോസിൽ വന്നു, പിന്നെ ഏറ്റവും ടോപ്പിലാണ് നമുക്ക് ഫോസിലൈസേഷൻ കിട്ടിക്കണമെങ്കിൽ ദർ ഈസ് മിസ്സിംഗ് ലിങ്ക്സ്. ഈ ഫോസിലിന് ശേഷം എന്ത് പ്ലാന്റ്സ് ആണ് ഇവിടെ വന്നത് അല്ലെങ്കിൽ ആനിമലാണ് വന്നത് എന്നുള്ളത് ഈ രണ്ട് ഏരിയത്തെയും ഒരു വിവരണവും നമുക്ക് കിട്ടില്ല. സോ ദിസ് ഈസ് ദ മേജർ ലിമിറ്റേഷൻ ഓഫ് ദിസ് പാലിയന്റോളജിക്കൽ സ്റ്റഡീസ്. അപ്പോൾ മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ടാവാം, ചിലപ്പോൾ ഫോസിലൈസേഷൻ നടക്കില്ല. നമ്മൾ ആർക്കിയോസോയിക് എറ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കിയോസോയിക് എറനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഒരുപാട് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു ഫോസിൽസ് കിട്ടിയിട്ടില്ല. ബിക്കോസ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് അവിടെ നിന്നാണ് അല്ലേ. അപ്പോൾ ഫോസിൽസ് ഇല്ലാതെ നമുക്ക് അത്രയും ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ആയിരിക്കാം, ഇങ്ങനെയുള്ള ആനിമൽസ് ആയിരിക്കാം എന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റൂല. സോ that is the limitation of this paleontological studies. Then comes evidence from the genetics and molecular biology. For that അതിന് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. മ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? മ്യൂള്, കോവർ കഴുത എന്ന് പറയുന്ന സാധനം. കോവർ കഴുത എന്ന് പറയുന്നത് സ്റ്റെറൈലായിട്ടുള്ള ഒരു ഓർഗാനിസാണ്, സ്റ്റെറൈലായിട്ടുള്ള ഒരു അനിമലാണ്. ഇതിനെ ഉണ്ടാക്കിയിട്ടുള്ളത് മെയിൽ ആസും ഫീമെയിൽ ഹോഴ്സും തമ്മിൽ ബ്രീഡ് ചെയ്തിട്ടാണ്, അഥവാ ക്രോസ് ചെയ്തിട്ടാണ് മ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കിട്ടിയത്. ഇത് വെച്ചിട്ട് ഞാൻ ജെനറ്റിക്കൽ സിമിലാരിറ്റിയും ജെനറ്റിക്കൽ ഡൈവേർജൻസും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്തുകൊണ്ടാണ് മെയിൽ ആസിനെയും ഫീമെയിൽ ഹോഴ്സിനെയും തമ്മിൽ ഇൻ്റർബ്രീഡ് ചെയ്യിക്കാൻ പറ്റിയത്? കാരണം നമ്മളൊരു സ്പീഷ്യസ് കൺസെപ്റ്റ് എടുത്തിട്ടുണ്ട്. സ്പീഷ്യസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് സ്പീഷ്യസ് എന്ന് പറയുന്നത് അല്ലേ? പരസ്പരം ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് സ്പീഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബ്രീഡിങ് നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ജനറ്റിക്കലി സിമിലാരിറ്റി ഉള്ളത് കൊണ്ടാണ്. കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ഒരു ജനറ്റിക്കൽ സിമിലാരിറ്റി അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ തമ്മിൽ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ജനറ്റിക്കൽ സിമിലാരിറ്റി ഈസ് ദർ, ബട്ട് വൈ മ്യൂൾ ഈസ് സ്റ്റെറൈൽ? എന്തുകൊണ്ടാണ് അതിനുള്ള പ്രോഡക്റ്റ് സ്റ്റെറൈലായിട്ട് വരാൻ കാരണം? ഈവൻ ദോ ദേ ആർ ജനറ്റിക്കലി സിമിലർ, ഇവരുടെ ക്രോമസോമുകളിലെ ചില പാർട്ടുകളും സംഭവങ്ങളൊക്കെ ഒരുപാട് ഡൈവേർജ് ചെയ്ത് പോയി. ആ ഡൈവേർജ് ചെയ്ത് പോയത് കൊണ്ട് മാത്രമാണ് ഇവരുടെ, അത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, ഗ്യാമേറ്റ് ഫോർമേഷനും മിയോസിസിലെ പെയറിങ്ങും സംഭവങ്ങളൊക്കെ അതിനകത്ത് പറയാണ്ട്, പക്ഷേ അതൊന്നും നോക്കണ്ട. ആ ക്രോമസോം ഒരുപാട് ചേഞ്ച് ചെയ്തത് കൊണ്ട് മ്യൂൾ സ്റ്റെറൈലായി. ഇപ്പം 2 പോയിന്റ് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് ക്രോസിങ് നടന്നു? ബിക്കോസ് ഓഫ് ദി ജനറ്റിക്കൽ സിമിലാരിറ്റി. എന്തുകൊണ്ട് മ്യൂള് സ്റ്റെറൈലായി? ബിക്കോസ് ഓഫ് ദി ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ദെയർ ക്രോമസോം ഈവൻ ദോ ദേ ആർ ജനറ്റിക്കലി സിമിലർ, ബട്ട് ചില ക്രോമസോം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതുകൊണ്ട് മ്യൂള് സ്റ്റെറൈലായിട്ട് വന്നു എന്നാണ് പറയുന്നത്. ദെൻ ജനറ്റിക് മെറ്റീരിയൽ DNA ആണ് ഇൻ ഓൾ ലിവിങ് ഓർഗാനിസംസ് എക്സെപ്റ്റ് നമ്മളെ നോൺ ലിവിങ് ആണോ ലിവിങ് ആണോ എന്നുള്ള സംശയമുള്ള നമ്മുടെ വൈറസ് അല്ലേ. വൈറസിൽ RNA ഉണ്ടാവാം, DNA ഉണ്ടാവാം. ദെൻ ജനറ്റിക് മെറ്റീരിയലിൻ്റെ കോമ്പോസിഷൻ ഇസ് സിമിലർ. ദെൻ ജനറ്റിക് മെറ്റീരിയൽ ഇസ് കോംപ്ലക്സ്ഡ് വിത്ത് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഇൻ ഓൾ യൂക്യാരിയോട്ട്. നിങ്ങൾക്കറിയാം ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ട്, അതിന് ചുറ്റുമാണ് ജനറ്റിക് മെറ്റീരിയൽ കോയിൽ ചെയ്തിട്ട് കാണപ്പെടുന്നത്. അത് ഏത് യൂക്യാരിയോട്ടിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും. സോ ഓൾ ഹിസ്റ്റോൺസ് ആർ ഡിറൈവ്ഡ് ഫ്രം കോമൺ ആൻസെസ്റ്റർ. So this is about the evidences of organic evolution. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ തിയറീസ് ഓൺ എവല്യൂഷൻ ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്.